मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी। ये करो सब्सक्राइब, कमेंट एंड लाइक। നമ്മൾ കാരണമാണ് ഖന്ന സാറിന്റെ അങ്കിളിന്റെ ഈ ലാബ് തന്നെ ക്ലീൻ ആയത്. സംശയമുണ്ടോ? ശരിയാടാ, നമ്മൾ ചെയ്യുന്ന ഈ ഉപകാരം ഒരിക്കലും അദ്ദേഹം മറക്കുകയില്ല. ഇത് രണ്ടിനെയും കൂടെ ഒരു ബോട്ടിലേക്ക് മാറ്റാം. ഹണി, അതിനെ കളയ്. എടാ, നീ ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ നശിച്ചു പോകും. സംശയമുണ്ടോ? ഹണി, ഇവിടെ മുഴുവൻ തീ പിടിക്കുമായിരുന്നു. പൊയ്ക്കോ, അവിടെ ചെന്ന് മെഷീൻസ് ഒക്കെ വൃത്തിയാക്ക. ബണ്ണി, സർദാർ, പോപ്പറ്റ്, ഇങ്ങോട്ട് വാ. എന്തു പറ്റി? ഇതാ നോക്ക്, ഈ ഗ്രീൻ ബട്ടൺ ഓർമ്മയുണ്ടോ? ഇത് നമ്മൾ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിലേക്ക് പോവാൻ കഴിയും. അതെ, ഇതും അതുപോലത്തെ ഒരു ടൈം മെഷീൻ ആണെന്നാ തോന്നുന്നേ. ഹണി, ആ ഗ്രീൻ ബട്ടർ ഒരിക്കലും നീ അമർത്തി കളയരുത്. സംശയമുണ്ടോ? ശരി, എന്നാ ഞാൻ യെല്ലോ ബട്ടൺ അമർത്താം. വേണ്ട. എടാ, ഇവൻ എങ്ങോട്ടായി പോയത്? എടോ, താൻ എന്തായി ചെയ്യുന്നത്? താഴേക്ക് വീഴും, പറഞ്ഞേക്കാം. എന്റെ ജോലി നിങ്ങൾ നശിപ്പിച്ചോ? ഇങ്ങനെയാണോ മരം വെട്ടുന്നത്? ഇതുപോലും തനിക്ക് അറിയില്ലേ? മരം വെട്ടുന്നത് ഇങ്ങനെയല്ല, മനസ്സിലായോ തനിക്ക്? ഞാൻ മരം വെട്ടുകാരനല്ല, കൊല്ലപ്പണിക്കാരനാ. അപ്പൊ താൻ പോയി കൊല്ലപ്പണിയല്ലേ ചെയ്യേണ്ടത്? അത് ചെയ്യേണ്ടത് ഡോബിയാണ്. ധോബി ചെയ്യേണ്ട ജോലി തുണി നനയ്ക്കലല്ലേ? താൻ എന്ത് മണ്ടനാടോ? ആ പണി അവൻ ചെയ്താ പിന്നെ സ്വർണ്ണപ്പണി ആരാ ചെയ്യുക? ഇവിടെ ഓരോരുത്തരുടെ പണിയും മറ്റുള്ളവരാ ചെയ്യുന്നത്. ഏതാണ് ഈ സ്ഥലം? അന്തേർ നഗരി. താൻ എന്താ ഈ ചെയ്യുന്നത്? മോഷ്ടിക്കുകയാണ്. പട്ടാപകരം മോഷ്ടിക്കുന്നോ? ആരെങ്കിലും വേഗം വരൂ, ഒന്ന് വേഗം വരൂ. ഞാൻ ശാന്തനായി മോഷ്ടിക്കുകയായിരുന്നു, പക്ഷേ ഇവരെ തല്ലുകയാണ്. രാജ്യത്തിന്റെ സമാധാനം നശിപ്പിക്കാൻ നോക്കിയാണോ? ഇവരെ ഉടൻ തന്നെ ബന്ദികളാക്കൂ. ഒന്നും കാണുന്നില്ല, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. താൻ ഇവിടെ വിശ്രമിക്ക്. കാഴ്ച തിരിച്ചു കിട്ടിയിട്ട് താൻ ഞങ്ങളുടെ കൂടെ വന്നാ മതി. ഉടനെ മഹാരാജാവിന്റെ അടുത്ത് കൊണ്ടുപോകൂ.
വാ, അല്പസമയെങ്കിലും ഈ മണ്ടന്മാരുടെ അടുത്തുനിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. രാജാവ് ഏതോ ചിന്തയിലാണ്. എല്ലാരും വട്ടന്മാരാണ്. മഹാരാജാവേ, അങ്ങ് എന്താണ് ഈ ചിന്തിക്കുന്നത്? ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു. മത്സ്യങ്ങൾ മരത്തിൽ താമസിക്കുന്നു. ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മത്സ്യങ്ങൾ മരത്തിൽ താമസിച്ചാൽ പിന്നെ വെള്ളത്തിൽ ആര് താമസിക്കും? ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷികൾ. അതെ, മത്സ്യങ്ങൾ മരത്തിൽ താമസിച്ചാൽ പിന്നെ കുളത്തിലാരും ഉണ്ടാവില്ലല്ലോ. അപ്പോ എല്ലാ പക്ഷികളും വെള്ളത്തിനകത്ത് താമസിക്കും. അത്ഭുതം. ഇവൻ എത്ര ബുദ്ധിമാനാ. ഞാൻ ഇവനെ രാജാവാക്കാൻ പോവുകയാണ്. അന്തേർ നഗരിയുടെ രാജാവ്. വേണ്ട, രാജാവ് ഞാനാണ്. ഞാൻ നിന്നെ ഇവിടുത്തെ പ്രധാനമന്ത്രിയാക്കും. എന്താ, സമ്മതമാണോ? അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യുക? താൻ ഇനി കാരാഗ്രഹത്തിൽ ഇരുന്നാ മതി. എന്താ, സമ്മതമാണോ? എന്തിന്? താനല്ലേ പ്രധാനമന്ത്രി. താനായിരുന്നു ഈ ആശയം പറയേണ്ടിയിരുന്നത്. ക്ഷമിക്കണം മഹാരാജാവേ, ഇവനെ പ്രധാനമന്ത്രിയാക്കാൻ കഴിയില്ല. ഇവർ കുറ്റവാളികളാണ്. അത് ശരി. ഇവരെന്ത് തെറ്റാണ് ചെയ്തത്? ഇവർ കുടങ്ങളെ പൊട്ടിച്ചതുകൊണ്ട് വ്യാപാരിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. കൂടാതെ നമ്മുടെ ഒരു ഭടനെയും ഇവർ അന്ധനാക്കി. ഭടന്മാരെ ഞങ്ങളൊന്നും ചെയ്തില്ല. രാജാവേ, എനിക്ക് കാഴ്ച കിട്ടി. മഹാരാജാവേ, ഇദ്ദേഹത്തിന് വീണ്ടും കാഴ്ച കിട്ടി. കലമുണ്ടാക്കുന്ന ഒരാളിനെ തന്നാൽ ഞങ്ങൾ ഈ കലങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കാം. കലമുണ്ടാക്കുന്ന ആളിനെ തന്നാൽ പിന്നെ രാജാവിന് ആരാ ആഹാരം ഉണ്ടാക്കുക? കലമുണ്ടാക്കുന്ന ആളാണ് ആഹാരം ഉണ്ടാക്കുന്നത്. അപ്പൊ വീട് നിർമ്മിക്കുന്നത് ആരാണ്? ഞങ്ങളുടെ രാജ്യത്തെ പുരോഹിതനാണ് വീടുകളെല്ലാം നിർമ്മിക്കുന്നത്. എന്തൊരു സ്ഥലമാണ് ഇത്! തെറ്റാര് തന്നെ ചെയ്താലും ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ. അതാണ് ഇവിടുത്തെ നിയമം. തത്തേ, നീ താഴെ കിടന്ന് തലകുത്തി മറിയണം. ഈ നായ ആകാശത്തിൽ കരണമടിച്ചു മറിയണം. ഈ 2 പൂച്ചകളും കാതിൽ പിടിച്ചുകൊണ്ട് ഉടൻ തന്നെ ഏത്തമിടണം. എന്താ, സമ്മതമല്ലേ? ഇത്രയേ ഉള്ളോ? ഇത് ഞങ്ങൾ ചെയ്യാം. സംശയമുണ്ടോ? വേഗത്തിൽ ഏത്തമിട. അങ്ങല്ലേ പറഞ്ഞത് ഞങ്ങൾ കാതുകൾ പിടിച്ചുകൊണ്ട് ഏത്തമിടണമെന്ന്. അത്രയ്ക്കായോ? എന്നാൽ നിങ്ങൾ 5 വർഷത്തേക്ക് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. 5 വർഷത്തേക്കോ? ജനവാതിൽ തുറന്നിരിക്കുക. നമുക്ക് ചാടി ഓടാം. സംശയമുണ്ടോ? അതെ, ടൈം മെഷീന്റെ അടുത്തെത്തി കഴിഞ്ഞാ പിന്നെ ഒരു പ്രശ്നമില്ല. അത്ര എളുപ്പത്തിലൊന്നും ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല. ഈ ശിക്ഷ കുറച്ച് കടുപ്പാണ്. എന്റെ ശിക്ഷ കഠിനമാണെന്നോ? ഒരിക്കലുമില്ല. ഭടനും ഭയൽമാനും പ്രധാനമന്ത്രിയും ഇതെത്ര എളുപ്പമാണെന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കൂ. ഉത്തരവ് മഹാരാജാവേ. അങ്ങനെയല്ല, ചുമരുള്ള വശം നോക്കി ചെയ്യ്. ഇനിയും കഠിനമായിരിക്കും. അതെയോ? ഞങ്ങൾ ചുമരിന്റെ അപ്പുറത്തെ വശത്ത് പോയി ഇവരെ നോക്കാം. ആ, ശരി. ഞാൻ ഇവിടെ നിന്ന് നോക്കാം. നിങ്ങൾ അപ്പുറത്ത് പോയി ഉടൻ തന്നെ നോക്കൂ. വേഗം വാ, നമുക്ക് അപ്പുറത്ത് ചെന്ന് നോക്കാം.
വെള്ളത്തിൽ പട്ടിയോ? മണ്ടന്മാരെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും വലിയ മണ്ടന്മാരെ കണ്ടിട്ടേ ഇല്ല. പിടിക്കൂ, അവർ നമ്മെ പറ്റിച്ച് രക്ഷപ്പെടാൻ നോക്കുകയാണ്. വേഗം പിടിക്കൂ. പിടിക്കൂ, എന്റെ പിന്നാലെ പോരൂ. വേഗം പോയി പിടിക്ക.